ആണ്ടുവട്ടത്തിലെ 21-ാം ഞായർ. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്നത് യേശുനാഥൻ സെസറിയ ഫിലിപ്പിയിലെത്തിയപ്പോൾ താൻ ആരാണ് എന്ന് ചോദിക്കുന്ന ആ ചോദ്യവും അതിന് അപ്പോസ്തലനായ പത്രോസ് നൽകുന്ന ഉത്തരവുമാണ്. യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ യേശുവിനെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നിലനിന്നിരുന്നു. അവിടുന്ന് ആരാണ് എന്ന് പലരും പല രീതിയിലാണ് മനസ്സിലാക്കിയിരുന്നത്. നിക്കോദേമസിന് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുവായിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ വിജ്ഞാനം തേടി വന്ന അദ്ദേഹത്തെ യേശുനാഥൻ വിജ്ഞാനം കൊണ്ട് നിറച്ചപ്പോൾ യേശുനാഥൻ അദ്ദേഹത്തിന് ഗുരുവായി മാറി. കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുനാഥനെ കർത്താവേ എന്നാണ് വിളിച്ചത്. വഴിയരികിൽ യാചിച്ചിരുന്ന 2 അന്ധന്മാരെ സംബന്ധിച്ചിടത്തോളം യേശുനാഥൻ ദാവീദിന്റെ പുത്രനായിരുന്നു. അശുദ്ധാത്മാവ് ബാധിച്ച ആ മനുഷ്യൻ യേശുക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പരിശുദ്ധനായിട്ടാണ് പരിഗണിച്ചത്. വഞ്ചിയിൽ യാത്ര ചെയ്തിരുന്ന ശിഷ്യന്മാർ യേശുനാഥൻ കൊടുങ്കാറ്റിനെ ശമിപ്പിക്കുന്നത് കണ്ടുകൊണ്ട് യേശുനാഥനെ ദൈവപുത്ര എന്ന് വിളിച്ചു. നയീൻ എന്ന് പറയുന്ന പ്രദേശത്ത് വിധവയുടെ മകനെ ജീവനിലേക്ക് തിരിച്ചുവിടുന്നത് കണ്ട് ജനങ്ങളുടെ പ്രതികരണം യേശു വലിയൊരു പ്രവാചകൻ എന്നുള്ളതായിരുന്നു. സമറിയക്കാരി സ്ത്രീക്ക് യേശുനാഥൻ ആദ്യം പ്രവാചകൻ, പിന്നെ ക്രിസ്തുവായി മാറി. പ്രധാന പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം യേശുനാഥൻ ദൈവ ദൂഷകനായി പരിഗണിക്കപ്പെട്ടു. സിനഗോഗിൽ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ അത്ഭുതപ്പെട്ടുകൊണ്ട് വെറും ഒരു തച്ചൻ്റെ മകനായ മരപ്പണിക്കാരനായി കരുതി. മറ്റു ചില ആളുകൾ അവിടുത്തെ വീഞ്ഞുകുടിയനായും ഭോജനപ്രിയനായും പാപികളുടെയും ചുങ്കക്കാരുടെയും കൂട്ടുകാരനുമായി ഒക്കെ കരുതി. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാലും ചിന്താഗതികളാലും കലുഷിതമായ മനസ്സുകളായിരുന്നു അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് യേശു അവരോട് ചോദിച്ചത്, തന്നെക്കുറിച്ച് ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന്. ജനങ്ങളുടെ മുമ്പിൽ തനിക്കുള്ള പോപ്പുലാരിറ്റി അറിയാൻ വേണ്ടിയല്ല കർത്താവിന് ചോദിക്കുന്നത്, അഥവാ ജനങ്ങൾക്ക് താൻ എങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയല്ല അവിടുന്ന് ഈ ചോദ്യം ചോദിച്ചത്. മറിച്ച് യേശു ആരാണെന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയയുടെ തുടക്കം കുറിക്കുകയായിരുന്നു. ജനങ്ങൾ പറയുന്നതിൽ നിന്ന് മെനഞ്ഞെടുത്തുകൊണ്ട് താൻ ആരാണെന്ന് യഥാർത്ഥത്തിൽ അവിടുന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. ജനങ്ങൾ എല്ലാവരും പ്രത്യേകിച്ച് യേശുക്രിസ്തുവിനെ ഒരു പ്രവാചകനായി പരിഗണിക്കുവാൻ വേണ്ടിയാണ് ആഗ്രഹിച്ചത്. വെറും സാധാരണ ഒരു പ്രവാചകൻ എന്നതിലുപരി പ്രത്യേകമായ സിദ്ധികളും വരങ്ങളും അനുഗ്രഹമുള്ള ഒരു പ്രവാചകനായിട്ട് അവർ കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം അവർ യേശുവിനെ അത്ഭുത പ്രവർത്തകനായി പ്രത്യേകമായ പ്രവർത്തികൾ ചെയ്യുന്നതായും പ്രബോധിപ്പിക്കുന്നതായും ഒക്കെ തിരിച്ചറിഞ്ഞത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഉദ്ദേശം അതായിരുന്നില്ല. യേശുക്രിസ്തു വാസ്തവത്തിൽ ആരാണ് എന്ന് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ അറിയണമെന്ന് അവിടത്തേക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് യേശു തുടർന്ന് അവരോട് ചോദിച്ചത്, അവർ പറയുന്നത് എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ എന്നെ ആരായിട്ടാണ് കാണുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് പത്രോസാണ്. പത്രോസിൻ്റെ ഉത്തരത്തിൽ വാസ്തവത്തിൽ യഥാർത്ഥ പ്രഖ്യാപനം നടക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ കൃപയാലാണ് ആ ഉത്തരം വന്നതെങ്കിൽ തന്നെയും പത്രോസ് പറഞ്ഞത് അടിവരയിട്ട് സ്ഥാപിച്ചുകൊണ്ട് യേശുനാഥൻ പത്രോസിനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. പത്രോസ് പ്രഖ്യാപിച്ച രഹസ്യമെന്നുള്ളത് യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ളതാണ്. യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ള പ്രഖ്യാപനമാണ് സഭ നിർമ്മിതമാകുന്നതിൻ്റെ അടിസ്ഥാനം. സഭ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ വിശ്വാസത്തിൻ്റെ പാറമേലാണ്. ആ പാറമേൽ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ടാണ് യേശുനാഥൻ പത്രോസിന് സഭയുടെ
കാര്യസ്ഥതയുടെ താക്കോലുകൾ നൽകുന്നതായി തുടർന്ന് നമ്മൾ വായിക്കുന്നു. ഈ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൽ 2 ഘട്ടങ്ങൾ അടങ്ങിയിരിക്കുന്നതായി നമുക്ക് കാണാം. ഒന്നാമത്തേത് യുക്തിപരമായ ഒരു പ്രഖ്യാപനം, രണ്ടാമത്തേത് വ്യക്തിപരമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രഖ്യാപനം. പലപ്പോഴും ദൈവത്തെ ഒരു പ്രവാചകനാണ് എന്ന് കരുതി വ്യാഖ്യാനിക്കുമ്പോൾ യുക്തിപരമായ ഒരു സമീപനമാണ് നാം കൈക്കൊള്ളുന്നത്. ഒരുപക്ഷെ യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം യുക്തിപരമായി ചിന്തിക്കുമ്പോൾ യേശു അത്ഭുത സിദ്ധിയുള്ള ഒരു പ്രവാചകൻ മാത്രമായിരുന്നു. അതിനപ്പുറം ദൈവമാണെന്ന് തിരിച്ചറിയുവാൻ അവരുടെ യുക്തി അവരെ അനുവദിച്ചു. കാരണം ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ആർക്കും കാണാൻ കഴിയുകയുമില്ല എന്നുള്ള ഒരു വിശ്വാസത്താലായിരുന്നു അവർ മുന്നോട്ട് പോയിരുന്നത്. പഴയ നിയമത്തിൽ ദൈവത്തെ കേൾക്കുന്നതായി നാം പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ദൈവത്തെ കണ്ടുമുട്ടുക എന്നുള്ളത് പുതിയ നിയമത്തിൻ്റെ സവിശേഷമായ രൂപമാണ്. യേശുക്രിസ്തുവിനെ ഇപ്രകാരം ദൈവമായി കണ്ടുമുട്ടിയ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തിപരമായ ഒരു സമ്പർക്കത്തിൻ്റെ മനോഹരമായ മുഹൂർത്തമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രവാചകനിൽ നിന്ന് ദൈവപുത്രരിലേക്കുള്ള ദൂരം യുക്തിയിൽ നിന്ന് വ്യക്തിപരമായ സമ്പർക്കത്തിലേക്കുള്ള ദൂരമാണ്. സമറിയക്കാരി സ്ത്രീ, അവൾ ആദ്യം യേശുവിനെ വെറും ഒരു പ്രവാചകനായിട്ട് മനസ്സിലാക്കി. എൻ്റെ ജീവിതകഥകളൊക്കെ പറഞ്ഞ പ്രവാചകനെ കാണുവിൻ എന്നുള്ള രീതിയിലാണ് അവൾ ഗ്രാമീണരോട് സംസാരിച്ചത്. എന്നാൽ തുടർന്ന് അവൾക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കാരണമായപ്പോൾ അവൾക്ക് യേശു ക്രിസ്തുവായി അഭിഷിക്തനായി പരിഗണിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത. പ്രവാചകൻ എന്നുള്ളത് യുക്തിപരമായ ഒരു ഉത്തരമാണ് എങ്കിൽ ദൈവപുത്രനാണ് എന്നുള്ളത് വ്യക്തിപരമായ സമ്പർക്കത്തിന്മേലുണ്ടാകുന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരുവൻ കൽപ്പിച്ചു നൽകുന്ന മനോഹരമായ ഒരു പ്രഖ്യാപനമാണ്. അത് വ്യക്തിപരമായ അനുഭവമായി മാറുന്നതിന് കാരണമാകുന്നത് വ്യക്തിയെ സമഗ്രമായി സ്വാധീനിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. പ്രവാചകൻ എന്നെക്കുറിച്ച് ഞാൻ ആരാണെന്നൊക്കെ പറഞ്ഞു തരുമായിരിക്കും, പക്ഷേ ദൈവത്തിന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ സമൂലമായി പരിവർത്തനപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ടാണ് മാലാഖമാർ യേശുവിനെ രക്ഷകനായി പരിചയപ്പെടുത്തുന്നത്. അവർ ആട്ടിടയരോട് സംസാരിച്ചത് തങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നുള്ള നല്ല വാർത്ത അറിയിച്ചുകൊണ്ടാണ്. ഈ നല്ല വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് സഭ പണിതുയർത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ വായനയിൽ യൂദയ വംശത്തിൻ്റെ താക്കോൽ ശെബ്നായിൽ നിന്ന് ഏലിയാക്കിമിലേക്ക് കൈമാറുന്ന സംഭവമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നാം വായിച്ച് മനസ്സിലാക്കുന്നത്. അവിടെ ശെബ്നയുടെ പാവവും തിന്മയും അദ്ദേഹത്തിൻ്റെ നാശത്തിന് കാരണമാകുകയും ഏലിയ അക്കിമിന് പുതിയൊരു ഉത്തരവാദിത്വം കൈവരുകയും ചെയ്യുകയാണ്. കാര്യസ്ഥതയുടെ താക്കോൽ നൽകിക്കൊണ്ട് ആ ഭവനത്തെയും വംശത്തെയും സംരക്ഷിക്കുവാൻ ദൈവം അദ്ദേഹത്തെ നിയോഗിക്കുന്നു. അതിന് തത്തുല്യമായി പുതിയ നിയമത്തിലും പത്രോസിലൂടെ കർത്താവായ യേശുക്രിസ്തു സഭയുടെ കാര്യസ്ഥത അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. പത്രോസ് ആകുന്ന ആ വിശ്വാസ പ്രഖ്യാപനത്തിന്മേൽ സംസ്ഥാപിതമായ സഭ അതിൻ്റെ താക്കോലുകൾ നൽകിക്കൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ സംരക്ഷണവുമൊക്കെ കാര്യസ്ഥതയുടെ രൂപത്തിൽ പത്രോസിന് യേശു കൈമാറുകയാണ്. അങ്ങനെ കൈമാറിക്കൊണ്ട് അവൻ പറയുന്നു, നീ ബന്ധിക്കുന്നത് ബന്ധിക്കപ്പെടുകയും നീ മോചിപ്പിക്കുന്നത് മോചിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ എത്തപ്പെടുന്നു. അങ്ങനെ പാപത്തെ ബന്ധിക്കുവാനും പാപത്തിൽ നിന്ന് മോചനം നൽകുവാനുമുള്ള അധികാരം കൈമാറിക്കൊണ്ട് യേശു വിശ്വാസത്തിൻ്റെ സഭാസൗധത്തെ പത്രോസാകുന്ന അടിസ്ഥാനത്തിൽ പണിതുയർത്തുകയാണ്. ഈ പണിതുയർത്തപ്പെടുന്ന സഭ യേശുനാഥൻ തന്നെ പണിതുയർത്തുന്നതാണ്.
പത്രോസോടൊപ്പം നിൽക്കുന്ന അപ്പോസ്തലന്മാരോ അല്ല ഈ സഭയെ പണിതുയർത്തിയത്. മറിച്ച് ജീവിക്കുന്ന ആ ദൈവം തന്നെയാണ് സഭയുടെ നിർമ്മാതാവായി മാറുന്നത് എന്ന് നമുക്ക് കാണാനാണ്. ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ യുക്തിയിൽ നിന്ന് വ്യക്തിപരമായ സമ്പർക്കത്തിലൂടെ യേശുവിൻ്റെ ദൈവത്വത്തെ തിരിച്ചറിയുവാൻ വേണ്ടിയാണ്. യുക്തിപരമായ ചിന്തകളും ഭൗതികമായ ജ്ഞാനവും നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് യേശുവിൻ്റെ പ്രവാചകത്വത്തിലേക്കാണ്. എന്നാൽ നമ്മുടെ ബുദ്ധിപരമായ ചിന്തയ്ക്ക് അതീതമായി യഥാർത്ഥ ജ്ഞാനം നമുക്ക് ലഭ്യമാകുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്, അവിടുത്തെ കൃപയിലൂടെയാണ്. അതാണ് രണ്ടാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ വിജ്ഞാനത്തിന് അതിരുകളില്ല. ആ വിജ്ഞാനം നമുക്ക് എല്ലാ അറിവുകളും അനുഭവങ്ങളും പകർന്നു തരുന്നുവെന്ന്. ആ അനുഭവങ്ങളും അറിവുകളുമാണ് നമ്മെ യേശുവിനെ തിരിച്ചറിയുന്നതിലേക്ക് നയിക്കുന്നത്. വിശ്വാസത്തിൻ്റെ യാത്രയിൽ യുക്തിയുടെ തലത്തിൽ മാത്രം നിലനിൽക്കുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും നാം കണ്ടുമുട്ടുന്നത്. എന്നാൽ യുക്തിയുടെ സാഹചര്യങ്ങളിൽ മാത്രം വിശ്വാസത്തെ ഒതുക്കി നിർത്തിക്കൊണ്ട് നമ്മുടെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ചും നമ്മുടെ ചിന്താധാരകൾക്കനുസരിച്ചും ദൈവത്തെ രൂപപ്പെടുത്തുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന് ചേർന്നതല്ല. യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രക്ഷകനായി മാറണമെങ്കിൽ അവൻ വ്യക്തിപരമായ സമ്പർക്കത്തിലൂടെ അവനെ തിരിച്ചറിയുകയും ആ അവസരത്തിൽ അവന് നീ എൻ്റെ ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ എത്തപ്പെടേണ്ടത്. ആ അവസ്ഥയുടെ ധന്യമായ മുഹൂർത്തത്തിലാണ് നീ എനിക്ക് എല്ലാമാണ് എന്ന്, എൻ്റെ കർത്താവും ദൈവവുമാണെന്ന് വിശുദ്ധ തോമസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നമുക്കും പറയുവാൻ കഴിയുന്നത്. ഈ ഒരു വ്യക്തിപരമായ കണ്ടെത്തലിലേക്കാണ് കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട അപ്പോസ്തലന്മാരെ വിളിക്കുന്നതും അത് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയാണ് അവരെ വലിയ കൽപ്പന കൊടുത്ത് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തു അനുയായികളായി അവിടുത്തെ കൂട്ടായ്മയിലേക്ക് പങ്കുചേരുന്ന ഓരോ വ്യക്തികളും യുക്തിയിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വ്യക്തിഗതമായ അനുഭവത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെ യുക്തിയിൽ നിന്ന് വ്യക്തിപരമായ സമ്പർക്കത്തിലേക്ക് പരിവർത്തനം ചെയ്ത് ക്രിസ്തുവിനെ ജീവിക്കുന്ന ദൈവമായി പരിഗണിക്കുമ്പോൾ അവൻ ജീവിക്കുന്ന, യഥാർത്ഥത്തിൽ ഉള്ളിലായിരിക്കുന്ന, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്വാധീനിച്ച് പരിവർത്തനപ്പെടുത്തി നയിക്കുന്ന ജീവിക്കുന്ന ദൈവമായി മാറും. ഈ ദൈവത്തിൻ്റെയാണ് പരിചയപ്പെടുത്തുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന ദൈവത്തെ പകർന്നു കൊടുക്കുന്ന യഥാർത്ഥ വൈയക്തികമായ അനുഭൂതിയുടെ തലങ്ങൾ വിശ്വാസത്തിൻ്റെ മേഖലകളിൽ നിറയ്ക്കുവാൻ വേണ്ടി ഈ തിരുവചനങ്ങൾ നമുക്ക് സ്വാധീനമാകട്ടെ.